പ്രതി ദിവസവും നാം തിരക്കേറിയ വഴികളിലൂടെയും പരിചിതമായ ഇടങ്ങളിലൂടെയും സഞ്ചരിക്കുന്നു. 100 കണക്കിന് മുഖങ്ങൾ നമ്മുടെ വഴികളിലൂടെ കടന്നു പോകുന്നു. അതിൽ ചുരുക്കം ചിലരെ നാം ശ്രദ്ധിക്കുന്നു. അവർ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ നാം അവരെ ശ്രദ്ധിക്കുന്നില്ല. मेरा नाम मरिया है और मैं अरुणाचल से। സരിത സുരേഷ്, 44 വയസ്സ്. പേര് സുപ്രേ. എൻ്റെ പേര് മത്തായി. എൻ്റെ പേര് ബിനു, തിരുവല്ലയിലാണ് സ്വദേശം. പേര് വിജയ്. എൻ്റെ പേര് ജിതീഷ്. मेरा नाम टीना, अरुणाचल प्रदेश। മല്ലിക. मेरा नाम अमरदीप कुमार है, हम बिहार से हैं। ലിൻസി. मेरा नाम सजीव सरकार है, मैं बंगाल से है। मेरा नाम वर्गीस धनवार है। എൻ്റെ പേര് സന്തോഷ് കുമാർ. എൻ്റെ പേര് ആദിത്യ. मेरा नाम कपिल है और मैं झारखंड का रहने वाला हूँ। मुझे मलयालम पता नहीं था, कुछ समझ में नहीं आता है वो लोग क्या बोल रहा है। ഞങ്ങളുടെ ജോലി അതാണല്ലോ, ഈ റോഡിൽ കിടന്ന് പുല്ല് പറിക്കലും അഴുക്കി കിടന്നുള്ള പണിയാണ് കൂടുതൽ. അപ്പോൾ അവർ കണ്ടുകൊണ്ട് അവർ കാണുള്ളൂ. ഞങ്ങൾ പണിയെടുക്കുമ്പോൾ ഒരാളുടെ വീട്ടിൽ കയറി ഇരിക്കണമെങ്കിൽ പറയും അവിടെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എണീപ്പിക്കും, ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അടിച്ച് വന്നാൽ പോലും ഒന്ന് എഴുന്നേറ്റ് മാറൂല. കാര്യം അവരവിടെ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ കാല് പൊക്കി തരിക. നന്നായിട്ട് വൃത്തിയാക്കി ഇട്ടാൽ അവർക്ക് തന്നെ വന്നിരിക്കാമല്ല. എന്നാലും ചിലവരങ്ങനെ മാറാറില്ല. ചിലവർ ഞങ്ങളെ കാണാത്തതിന് ചേച്ചി മാറണ ചേച്ചി മാറണമെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് അങ്ങോട്ട് മാറിത്തരും. സ്നാഗി മലങ്ങൾ പിന്നെ പട്ടിട മലം ഇതൊക്കെ കൊണ്ടുവന്ന് കിറ്റിൽ ഈ മുതലാണ്. അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് എടുത്ത് ചാക്കിൽ ഇറക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. 2 രീതിയിലുള്ള ആൾക്കാരുള്ള, അതായത് കുറേ പേര് ഈ പറഞ്ഞ പോലെ ഒരു നമ്മളെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, എന്നാൽ ഒരു സെർവൻറ്റിനെ പോലെ കാണുന്ന ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. वो हम गाली भी खाएगा और कभी कभी रोए भी होगा, वो गाली देगा तो. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും ഈ കൊണ്ടുവന്നിരുന്ന ആൾക്കാർക്ക്. അവർ വേസ്റ്റ് എടുക്കണല്ലേ, അപ്പോൾ അതുകൊണ്ട് എടുത്തോട്ടെ. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ വൃത്തികേടാക്കിയിടുന്നത്. ഇത്രയും നല്ല സ്ഥലമല്ലേ, അത് നല്ലോണം കീപ്പ് ചെയ്യേണ്ടത് വരുന്ന ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ജോലി ഞങ്ങൾ സ്ഥിരമായിട്ട് ഡെയിലി ചെയ്യണേണ്. അത് അലക്കാത്ത യൂണിഫോം ആയിരുന്നു. അലക്കാത്ത യൂണിഫോം തന്ന് ആരൊക്കെ ഇട്ട യൂണിഫോം തന്ന് അതിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരീരം മൊത്തം അലർജിയായി. കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയാൽ പോലും ചിലർ നമ്മുടെ കൈ പോലും തൊട്ട് എന്തായാലും വെച്ച് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലർ വന്ന് എടുക്കുകയുള്ളൂ പ്രൊഡക്റ്റ്. അങ്ങനത്തെ കുറച്ച് ഓക്വേർഡായിട്ടുള്ള നമുക്ക് കാണുന്നത്. പിന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പറയാനല്ല, അവിടെ ചിലപ്പോൾ പിള്ളേരുണ്ടാവും, ചിലപ്പോൾ പ്രായമായിട്ടുള്ളവരുണ്ടാവും, ഓരോരുത്തരും ഓരോ ഡിപ്പെൻഡ് ചെയ്താൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ചില മുതലാളിമാരുണ്ട് സെക്യൂരിറ്റിമാരെ ആ രീതിയിലേ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12 മണിക്കൂറാണ് ഡ്യൂട്ടി, ആ 12 മണിക്കൂറും സ്റ്റാൻഡിങ് ഡ്യൂട്ടി ആയിരിക്കും. അങ്ങനെ ചെയ്യിപ്പിക്കുന്ന മുതലാളിമാരുണ്ട്. പക്ഷെ ചില മുതലാളിമാർ അങ്ങനെയല്ല, ഫസ്റ്റൊക്കെ തരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇത്ര രൂപ പേ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ സെർവ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡുള്ള, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള, അങ്ങനെ നമ്മളോട് സംസാരിക്കുന്ന ബിഹേവ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കക്കൂസിൻ്റെ കുഴിയെടുപ്പ്, പിന്നെ വെള്ളമെല്ലാം ബ്ലോക്കായത് പോകുന്നില്ലായിരുന്നു, അതെല്ലാം കുത്തിവിടുന്ന പണി, അങ്ങനെയൊക്കെയുള്ള പണികൾ 10 ദിവസം ചെയ്ത് ഇന്നലെ എന്നോട് പറഞ്ഞ് പൊയ്ക്കോളാൻ പറഞ്ഞു. അന്നേരം ഞാൻ കുളിക്കാൻ പോയപ്പോൾ എന്നെ ബാത്റൂമിൽ 3 മണിക്കൂർ പൂട്ടിയിട്ട്. ഇപ്പം ഞാൻ ചെയ്തതിൽ ഇപ്പം നല്ല ഹൈറ്റുള്ളൊരു സ്പേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി ബെൽറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കമ്പനി തരുന്നുണ്ട്. सेफ्टी यहाँ पे सेफ्टी में पूरा ध्यान दिया जाता है। सेफ्टी वाला यहाँ पे उपस्थित है। अगर कोई भी अगर जैसे हाइट में अगर 1 मीटर से भी हाइट में अगर काम करते हैं तो उसमें अगर बिना सेफ्टी बेल्ट के अगर काम कर रहे हैं तो वहाँ पे सेफ्टी वाला पहले हमको पकड़ के ले जाएगा। पहले वो हमको बताएगा कि कैसे यहाँ पे काम करना है और कैसे नहीं करना है. ആദ്യമൊക്കെ എൻ്റെ സ്കിന്നൊന്നും ഞാൻ അത്ര അങ്ങോട്ട് കെയർ ചെയ്യില്ലായിരുന്നു. പിന്നെ സ്കിന്നിൻ്റെ കളർ മാറി തുടങ്ങിയപ്പോഴേക്കും സ്ലീവ്ലെസ് യൂസ് ചെയ്യാൻ തുടങ്ങി, മാസ്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ നമുക്ക് ഷോപ്പിൽ ചെല്ലുമ്പോഴേക്കും അവരാരും നമ്മുടെ അടുത്ത് റിമൂവ് ചെയ്തിട്ട് കയറണം അങ്ങനെയൊന്നും പറയില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാര്യങ്ങൾ നോക്കുക, നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. സൊസൈറ്റിക്ക് കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ഒരു എസെൻഷ്യലാണ് ഇൻ ഓർഡർ ഫോർ സൊസൈറ്റി ടു ഗോ ഓൺ. ശരി, അവരതിന് നല്ല കാര്യമാണ്. കാരണം വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ക്ലീനാക്കുക. അപ്പോൾ അവരെങ്കിലും ചെയ്യുന്നുണ്ട് നമ്മുടെ ജോലി. എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് കാണുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നു, നമുക്ക് വേണ്ടിയുള്ള എന്താ പറയുന്നത് ഹെൽപ്ഫുൾ സാധനം അവർ ചെയ്തു തരുന്നത്. പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വർക്കിനാണെങ്കിലും അതിന് വേജിന് വ്യത്യാസമുണ്ട് കമ്പയർഡ് ടു ഹിയർ. അപ്പോൾ നമ്മുടെ എക്കണോമിക്കൽ സിറ്റുവേഷൻസ് ആവാം ആ സെഗ്രിഗേഷൻ്റെ റീസൺ. ആൻഡ് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു
ഒരു സെഗ്രിഗേഷൻ ഇതിൻ്റെ ബേസിൽ വരുന്നില്ല ആസ് കമ്പയർഡ് ടു നമ്മളുടെ ഇപ്പോഴത്തെ സൊസൈറ്റി. ഹെൽത്ത് നമ്മുടെ വേസ്റ്റ് എന്ന് വെച്ചാൽ ഹെൽത്ത് നമ്മളെ ഭയങ്കര ഇമ്പാക്റ്റ് ചെയ്യുന്ന സാധനമാണ്. ഇപ്പം വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൾക്കാരില്ലെങ്കിൽ പിന്നെ ബേസിക്കലി സൊസൈറ്റി തകർന്നു. ആൾക്കാർ സ്റ്റാറ്റസ് വേ ലൈക്ക് ഹെൽത്ത് വേ റെസ്പെക്റ്റും വേണമെന്നില്ല, ജസ്റ്റ് സെർവൻസ് ആയിട്ട് കാണാതിരിക്കുക, നോർമലായിട്ട് കാണുക, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു കൊളീഗിനെ പോലെ കാണുക. First of all, if I have a kid or anything like that, I would first of all teach them to not see them with the stereotype and see them with, as a normal person, treat them with respect. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുക അങ്ങനെ തന്നെ പെരുമാറണം നോക്കും. എൻ്റെ അപ്പയ്ക്ക് ബേസിക്കലി വൈറ്റ് കോളർ ജോബ് ആയിരുന്നില്ല. എന്നെ എപ്പോഴും പഠിപ്പിച്ചേക്കുന്ന എല്ലാവരും ഒരേപോലെ കാണാനാണ്. അപ്പോൾ എനിക്ക് പറ്റാവുന്ന ഇപ്പോൾ ആരാണെങ്കിലും നമുക്ക് സർവീസ് ചെയ്യുന്നവരാണെങ്കിലും ഞാൻ ചിരിച്ചൊരു താങ്ക് യു പറയാം. അഫ്കോഴ്സ് എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും വെള്ളമൊക്കെ കൊടുക്കും. കാരണം നമ്മുടെ അവിടെ തന്നെയുള്ള ചേച്ചിമാരായിരിക്കും വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും അറിയുന്നവരായിരിക്കും ഇതിനകത്ത് തന്നെ വരുന്നത്. എന്തായാലും നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കും. ബി കൈൻഡ് ഓൾവേസ് എല്ലാവരുടെ അടുത്തൊന്ന് റെസ്പെക്ട്ഫുള്ളി സംസാരിച്ചാൽ മതി. അവരും അതേപോലെ ബാക്കിയുള്ള ഇപ്പം അവരോട് അത്രയും നേരം ബാക്കിയുള്ള കസ്റ്റമേഴ്സ് റൂഡായിട്ടായിരിക്കും സംസാരിച്ചത്. ചിലപ്പോൾ നമ്മൾ ഒരാളായിരിക്കും ചിരിച്ച് സംസാരിക്കുമ്പോഴേക്കും അയാളുടെ അന്നത്തെ ഒരു ദിവസം ചിലപ്പോൾ ഒരു ഹാപ്പിയർ ആയിരിക്കും കൊടുക്കുന്നത്. അത്രയും ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എല്ലാ ജോലിക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. നമ്മളവരെ റെസ്പെക്ട് ചെയ്യണം. ഇപ്പോൾ ഇവരൊന്നില്ലെങ്കിൽ നമ്മൾ ചുറ്റും ഈ അടിഞ്ഞുകൂടിയിരുന്ന വേസ്റ്റൊക്കെ ആരും നോക്കാണ്ട് അങ്ങനെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കും അല്ലേ? അപ്പോൾ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ദിവസത്തിന്റെ തിരക്ക് പതുക്കെ കുറഞ്ഞാലും അവരിപ്പോഴും അവിടെ ഉണ്ടാവും. ഷിഫ്റ്റ് അവസാനിപ്പിച്ച് അടുത്ത വിളിക്കായി കാത്തിരുന്ന് സമാധാനമായി വീട്ടിലേക്ക് മടങ്ങുന്നവർ നമ്മുടെ ജീവിതത്തിന്റെ വഴികളിലൂടെ അവരുടെ ജോലി ലയിച്ചു പോകുന്നു. പക്ഷേ ഓരോ ഡെലിവറിക്ക് പിന്നിൽ, ഓരോ വൃത്തിയുള്ള ഇടത്തിന് പിന്നിൽ, ഓരോ കാവൽ നിൽക്കുന്ന ഗേറ്റിന് പിന്നിൽ ഒരു വ്യക്തിയുണ്ട്. കാണപ്പെടൽ തിരിച്ചറിയൽ നിന്നും തുടങ്ങണമെന്നില്ല, അത് ശ്രദ്ധയിൽ നിന്നും ആവാം തുടങ്ങുന്നത്.